എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, തന്നെ ഷെയർ ചെയ്യുക. 2024 ഒക്ടോബർ ബാച്ചിലേക്കുള്ള NIOS SSLC +2 കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ലോകത്ത് എവിടെയുള്ളവർക്കും നിങ്ങളുടെ മുടങ്ങിപ്പോയ SSLC +2 പഠനം വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കും നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലൂടെ. അപ്പോൾ നിങ്ങളുടെ മുടങ്ങിപ്പോയ SSLC +2 പഠനം LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലൂടെ നിങ്ങൾ പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ 2023 ഒക്ടോബറിൽ പരീക്ഷ എഴുതി ഏതെങ്കിലും വിഷയത്തിന് ഫെയിൽ ആയിട്ടുള്ള വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ 2024 ഏപ്രിൽ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ നടത്തിയതിനു ശേഷം ഏതെങ്കിലുമൊക്കെ വിഷയത്തിന് ക്ലാസുകൾ ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിനെ നിങ്ങൾക്ക് ആശ്രയിക്കാവുന്നതാണ് കേട്ടോ. LB അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയ ട്യൂഷൻ ബാച്ചുകൾ 2024 ജനുവരി 10 ബുധനാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. സോ ഇനി ചിന്തിച്ചിരിക്കാൻ നമുക്ക് സമയമില്ല, പഠനത്തിലേക്ക് നമ്മൾ കടക്കേണ്ട സമയമായിരിക്കുന്നു. കാരണം നമ്മുടെ 2024 ഏപ്രിലിലെ പബ്ലിക് എക്സാമിനേഷന് വേണ്ടിയിട്ട് നമുക്ക് കൂടിപ്പോയ 2 മാസം ഇനി കിട്ടുന്നുള്ളൂ. നിങ്ങൾക്ക് തന്നെ അറിയാം, മാർച്ച് മാസത്തിലൊക്കെ നമ്മുടെ പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷകളൊക്കെ ആരംഭിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ജനുവരി പകുതി, അതുപോലെ തന്നെ ഫെബ്രുവരി മാസം, മാർച്ച് പകുതി, ആ ഒരു 2 മാസം നിങ്ങൾക്ക് ഇനി എക്സാമിനേഷൻ ഉള്ളൂ. സോ ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി ഒന്നും ചിന്തിക്കാനില്ല. പെട്ടെന്ന് തന്നെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ പുതിയ സിലബസ് അനുസരിച്ചും പുതിയ ക്വസ്റ്റ്യൻ പാറ്റേൺ അനുസരിച്ചുള്ള രീതിയിലുള്ള ക്ലാസ്സുകൾ എത്രയും പെട്ടെന്ന് തന്നെ അറ്റൻഡ് ചെയ്യാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഒരുപാട് വിദ്യാർത്ഥികൾ പറയുന്നുണ്ട് NIOSന്റെ ഭാഗത്തു നിന്നുള്ള ടെക്സ്റ്റ് ബുക്കുകൾ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അവർ നൽകുന്ന സ്റ്റഡി മെറ്റീരിയൽസ്, അതല്ലെങ്കിൽ ഗൈഡുകൾ, ഇതൊക്കെ നോക്കിയാണ് പഠിക്കുന്നത്. NIOSന്റെ ടെക്സ്റ്റ് ബുക്ക് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വിദ്യാർത്ഥികളോടാണ് പറയാനായിട്ട് പോകുന്നത്. നമ്മൾ NIOSലെ SSLC ആയാലും +2 ആണെങ്കിലും രജിസ്ട്രേഷൻ ചെയ്യുന്ന ഒരു കുട്ടിക്ക് NIOSന്റെ ബോർഡിൽ നിന്ന് ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസ് വഴി ലഭ്യമാകും. അപ്പൊ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള ടെക്സ്റ്റ് ബുക്കാണ്. 10ാം ക്ലാസ്സുകാർക്ക് മാത്രമാണ് മലയാളം മീഡിയത്തിൽ അവരുടെ മീഡിയം അനുസരിച്ചുള്ള രീതിയിലുള്ള ടെക്സ്റ്റ് ബുക്കുകൾ ലഭ്യമാകുന്നത്. +2കാർക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള ടെക്സ്റ്റ് ബുക്കുകളാണ് കിട്ടുന്നത്. ഇനി ഈ ഒരു NIOSന്റെ ബോഡിയിൽ നിന്ന് വരുന്ന ഈ ഒരു ടെക്സ്റ്റ് ബുക്കുകൾ എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാക്കിനകത്താണ് ഈ ടെക്സ്റ്റ് ബുക്ക് വരുന്നത്. ഒരു ചാക്ക് നിറയായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് വരുന്നത്. നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്കുകൾ NIOS ബോർഡുകാരെ നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അപ്പോൾ ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ചില കേസിൽ ചിലപ്പം നിങ്ങൾ രജിസ്റ്റർ ചെയ്ത സബ്ജക്റ്റിന്റെ ആയിരിക്കത്തില്ല നിങ്ങൾ ചിലപ്പം ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത എല്ലാ സബ്ജക്റ്റിന്റെ ടെക്സ്റ്റ് ബുക്കിൽ ചിലപ്പോൾ അതിൽ കാണത്തില്ല. അങ്ങനെയുള്ള ചില ഇഷ്യൂസ് ഉണ്ടാവാൻ അത് നോർമൽ കേസിൽ ഉണ്ടാവുന്നതാണ്. പക്ഷെ എന്നിരുന്നാലും ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് വരുമ്പം അത് കൈപ്പറ്റേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഇനി ചില കേസിൽ NIOSന്റെ ബോർഡിൽ നിന്ന് ടെക്സ്റ്റ് ബുക്കുകൾ കുട്ടികളുടെ അഡ്രസ്സിലേക്ക് അയച്ചു കഴിയുമ്പോൾ ഈ ടെക്സ്റ്റ് ബുക്ക് പോസ്റ്റ് ഓഫീസിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന അഡ്രസ്സിലേക്ക് വന്നു കഴിയുമ്പോൾ ഇത് കൈപ്പറ്റാൻ ആളില്ലാതെ വരുമ്പം ഈ ടെക്സ്റ്റ് ബുക്ക് റിട്ടേൺ NIOSന്റെ ബോർഡിലേക്ക് തന്നെ തിരിച്ചു പോകാറുണ്ട്. സോ ടെക്സ്റ്റ് ബുക്ക് കിട്ടാത്ത വിദ്യാർത്ഥികളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ചിലപ്പം NIOSന്റെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും, അത് ചിലപ്പോൾ നിങ്ങൾ കൈപ്പറ്റാൻ മറന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ കൈപ്പറ്റാൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യങ്ങൾ വന്നു കഴിയുമ്പോൾ ഈ ടെക്സ്റ്റ് ബുക്ക് തിരിച്ച് റിട്ടേൺ പോകാറുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതാവാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കിട്ടാത്ത വിദ്യാർത്ഥികൾ, അതായത് NIOSന്റെ ഭാഗത്തുനിന്ന് ടെക്സ്റ്റ് ബുക്കുകൾ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, നമ്മളെ കോൺടാക്ട് ചെയ്തോളുക. അപ്പൊ അത് എന്താണ് കാരണം എന്നുള്ളത് വേണമെങ്കിൽ നമ്മൾ നോക്കി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്കിപ്പം അഡ്മിഷന്റെ ടൈമും അതുപോലെ തന്നെ നല്ല തിരക്കുള്ള സമയമാണ്. നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ അപ്പം തന്നെ മിസ് നോക്കിയിട്ട് അല്ലെങ്കിൽ റിപ്ലൈ തന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ബഹളം ഉണ്ടാക്കില്ല. ചില ആളുകളുണ്ട് മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് റിപ്ലൈ തരുന്നത്, അപ്പം തന്നെ നമ്മൾ അയക്കുന്ന മെസ്സേജിൽ അപ്പം തന്നെ അവർക്ക് മെസ്സേജിന് റിപ്ലൈ കൊടുക്കണമെന്ന് പറയാറുണ്ട്. ചിലർ വാശി പിടിക്കും. അപ്പൊ അങ്ങനെ ചെയ്യരുത്. കാരണം നമുക്കിപ്പോൾ നല്ല തിരക്കുള്ള സമയമാണ്. അപ്പൊ നമ്മൾ ഫ്രീ ആകുന്ന സമയത്ത് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ടെക്സ്റ്റ് ബുക്ക് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യുന്നത് ജസ്റ്റ് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അപ്പൊ നമ്മൾ എന്താണെന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ.
നമ്മുടെ NIOSന്റെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് പരിചയമുള്ള മുൻ വർഷങ്ങളിലൊക്കെ NIOSൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കി നിങ്ങൾ പഠിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈറ്റിൽ നിന്ന് അതിന്റെ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള നമുക്ക് PDF ഒക്കെ കിട്ടും. ടെക്സ്റ്റ് ബുക്ക് തന്നെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പഠിച്ചു തുടങ്ങണം കേട്ടോ. പിന്നെ മുൻ വർഷങ്ങൾ പഠിച്ച കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചില ബുക്കുകൾ നമുക്കറിയാം, ബിസിനസ് സ്റ്റഡീസ്, ഹിന്ദി, അങ്ങനെ ചില വിഷയങ്ങളുടെയൊക്കെ ടെക്സ്റ്റ് ബുക്ക് തന്നെ പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ. അപ്പം നേരത്തെ സിലബസ് മാത്രമല്ല ആ വിഷയങ്ങളുടെ മാറിയിരിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു വേണം പഠിക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ മലയാളം നമ്മുടെ ഗൈഡ്, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, മലയാളം ഗൈഡ് നമ്മൾ ഒരു പഠന സഹായിയായിട്ട് നമ്മുടെ കൂടെ കൂട്ടാവുള്ളൂ. ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങൾ പഠിക്കേണ്ടത്. കാരണം ഇനി വരുന്ന പബ്ലിക് എക്സാം എല്ലാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനെ ആസ്പദമാക്കിയാണ് ചോദിക്കുന്നത്. ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, വൺ വേർഡ് ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ട്രൂ ഓർ ഫോൾസോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ പഠിച്ച് മാർക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ടെക്സ്റ്റ് ബുക്ക് ഫോളോ അപ്പ് ചെയ്തു പോയെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. അല്ലാതെ ഗൈഡ് നമ്മൾ എസ് ടൈപ്പ് ചോദ്യങ്ങൾ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. NIOSനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്